ഇസ്രയേൽ ഹമാസിൻ്റെ ഡീല് അതിൻ്റെ ഏകദേശ രൂപം എങ്ങനെയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നത് അതിനെപ്പറ്റി ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം അത് തന്നെയായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത. കാരണം ഖത്തർ ഒഫീഷ്യൽസിനെയും ഇസ്രായേലി ഒഫീഷ്യൽസിനെയും കോട്ട് ചെയ്തിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 3 ഹോസ്റ്റേജസിനെ സ്ത്രീകളെ റിലീസ് ചെയ്തു. അടുത്ത ലോട്ട് എന്ന് പറയുന്നത് 7 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അത് വെച്ചാണ് ഈ ഹോസ്റ്റേജസിനെ, അതായത് തടവിലാക്കപ്പെട്ട ഇസ്രായേലികളെ മോചിപ്പിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് 33 പേരെയാണ് ഫസ്റ്റ് ഫേസിൽ, അത് 6 ആഴ്ച കൊണ്ടാണ് ഡീല് പൂർത്തിയാകുന്നത്, ഈ പറയുന്ന കരാറ് പൂർത്തിയാക്കുന്നത്. അതായത് ഈ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന അതിനകത്ത് ഏകദേശം 33 ഇസ്രായേലി തടവുകാരെയാണ് ഈ ഹമാസ് മോചിപ്പിക്കേണ്ടത്. അതും അവിടുത്തെ പട്ടാളം പിന്മാറുന്ന ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഈ റഫ, അതേപോലെ തെക്കൻ ഗാസ ഭാഗത്തുനിന്ന് പട്ടാളം അവിടുന്ന് ഗ്രാജുവലായിട്ട് ഓരോ സ്റ്റേജ് അനുസരിച്ച് ഓരോ ആഴ്ച എടുത്തിട്ട് ആണ് പിന്മാറുന്നത്. അതായത് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് ഫസ്റ്റ് ഫേസിൽ ഏകദേശം 1000-ൽ പരം പാലസ്റ്റീൻകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കേണ്ടത്. ടോട്ടൽ ഏകദേശം ഇസ്രായേൽ പറയുന്ന കണക്ക് കൂട്ടുന്ന ഏകദേശം 100ഓളം ഹോസ്റ്റേജസ് ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിനകത്ത് 30-40ഓളം പേര് കൊല്ലപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയും. അപ്പം ആ ഡീലിൻ്റെ അവസാനം പറയുന്നത് ഈ അതായത് മരിച്ചവരുടെ ഡെഡ് ബോഡിയാണ് അവസാനം കൊടുക്കുന്നത്. ജീവനുള്ളവർ, അതായത് സ്ത്രീകളാണെങ്കിലും ഇസ്രായേലി സോൾജിയേഴ്സിനെയൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, സ്ത്രീകളെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ ഉൾപ്പെടെ ഈ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും, അതായത് ഫസ്റ്റ് 33 പേരിൽ അവരുണ്ടാകും. അടുത്തത് പിന്നെ അസുഖമുള്ളവരും, അതായത് കൊച്ചുകുട്ടികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, അവരെയും ഈ സ്റ്റേജിനകത്ത് റിലീസ് ചെയ്യുമെന്ന് പറയുന്നു. ഇത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് ആണുങ്ങളായിട്ടുള്ളവരെയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഇവർ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതനുസരിച്ചാണ് ഡീല് വർക്കൗട്ട്. അതായത് 4 ദിവസം 7 ദിവസം ആ ഒരു വെച്ച് ഇത്ര പേരെ അവർ വിടുമ്പോൾ, അതായത് ഒരു ഇസ്രായേലിന് ബന്ദിയെ മോചിപ്പിക്കും. ഏകദേശം 30ഓളം പാലസ്റ്റീൻകാർ, അതാണ് അവരുടെ കണക്ക് കൂട്ടൽ. അതിനകത്ത് ഡെഡ് ബോഡിക്ക് വരെ അവർ ഹമാസ് കണക്ക് പറയുന്നുണ്ട്. ഒരു ഡെഡ് ബോഡിക്ക് 30 പേര് വെച്ച്. അങ്ങനെയാണ് ഇത് ഏകദേശം 2000ഓളം പാലസ്റ്റീൻകാരെയാണ്, അതായത് ഇവരുടെ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള തടവുകാരെയാണ് വിടുന്നത്. പല ഇസ്രായേലുകാരും 2001 സീസ്ഫയറുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ആൾക്കാരുമുണ്ട്. അതിൻ്റെ അകത്ത് ഹമാസിൻ്റെ ചില സീനിയർ ഭീകരന്മാരും അതിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരുകളൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റ് കൊടുത്തതിൻ്റെ അകത്ത് 3 സ്ത്രീകളാണ്, അവർ 3 പേരെ റിലീസ് ചെയ്തു. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴാണ് ഈ ഇസ്രായേലും ഹമാസും ഉള്ള ഈ പ്രശ്നം ഒലയാനുള്ള സാധ്യത കൂടുതലെന്ന് പറയുന്നത്. കാരണം ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഇത്ര പെർസെൻറ്റേജ് വിഡ്രോ ചെയ്യണമെന്നാണ്. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് വിഡ്രോ ചെയ്യുമ്പം എത്ര പേരാണ് ജീവിച്ചിരിക്കുന്നത് ഇതിന് മാറ്റർ ചെയ്യും. അത് സീരിയസ് ആയിട്ട് മാറ്റർ ചെയ്യും. അതേപോലെ ഇഞ്ചുറി ആയിട്ടുള്ള പല ആൾക്കാരുമുണ്ട്, അത് അസുഖമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പറയുന്ന ആദ്യത്തെ 33 പേരിൻ്റെ അകത്ത് വിടാമെന്നുള്ള പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ എത്ര ശതമാനം ഇസ്രായേൽ പുറകോട്ട് പിന്മാറും. കാരണം അതനുസരിച്ചായിരിക്കും ആദ്യത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജിലാണ് ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി എല്ലാവരും കാണുന്നത്. അവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ കാരണം ഈ ഹമാസിൻ്റെ ഈ ടണലിലുള്ള പല ആൾക്കാരും പുറത്തു വരാൻ തുടങ്ങി. കാരണം അവർ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്താൻ തുടങ്ങി. ഇത് ഇസ്രായേലിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ബെഞ്ചമിൻ നെതന്യാഹു അവരുടെ കൂട്ടർ പറഞ്ഞൊരു സംഭവമുണ്ട്. 1200 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ഹോസ്റ്റേജസ് ആയിട്ട് ഏകദേശം 200-ന് മുകളിലുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുപോയത്. അതിൽ പലരും കൊല്ലപ്പെടുകയും ചെയ്തു. അതായത് ഇത്രയും പേര് കൊല്ലപ്പെട്ടിട്ടും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പിടിച്ചു നിൽക്കുന്നത് ആ രാജ്യത്തിൻ്റെ പവർഫുള്ളായിട്ടുള്ള മിലിറ്ററി മൈറ്റി പവറാണ്. അപ്പോൾ ഇത്രയും പേര് ഏകദേശം 407-ലധികം ഇസ്രായേലി സൈനികരാണ് ഈ ഗാസ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പം അവരുടെ കുടുംബത്തോട് എന്ത് ന്യായീകരണം പറയുമെന്നുള്ള സംഭവങ്ങളും ഈ ഇസ്രായേലി തീവ്ര വലതുപക്ഷക്കാർ ഈ ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട അവിടെ പ്രകടനം നടത്തുന്നവരോട് ചോദിക്കുന്നുണ്ട്.
കാരണം അവർ ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഈ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരോട് ഏത് ന്യായമാണ് ഞങ്ങൾ പറയേണ്ടതെന്ന് ചോദിക്കും. കാരണം അവർ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ വലിയ പ്രകടനം പ്രതിഷേധമൊക്കെ നടന്നപ്പോഴും തിരിച്ച് ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങളും മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്, ഈ ഡീലിനോട് ബെഞ്ചമിൻ നെതന്യാഹുവിന് അനുകൂലമല്ല ഭൂരിപക്ഷവും. അവർ പറയുന്നത് ആ രാജ്യം ഇതിൻ്റെ അകത്തുനിന്ന്, ഡീലിൻ്റെ അകത്തുനിന്ന് ഈ ഗാസയെ പൂർണ്ണമായിട്ടും ഹമാസിനെ പൂർണ്ണമായിട്ടും പിന്മാറിയതിനെ യോജിക്കുന്നില്ല. അതായത് നെതന്യാഹുവിന് കിട്ടിയിരുന്ന പോപ്പുലാരിറ്റി ഇതിൻ്റെ പേരിൽ കുറയുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ള പല ആൾക്കാരും ഇതുമായിട്ട് സംശയം വെച്ച് രാജിവെക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രായേലി ഗവൺമെൻറ് നെതന്യാഹു പല കൂട്ടുകക്ഷി മന്ത്രിസഭ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ ജനങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി നെതന്യാഹുവിന് കിട്ടിക്കൊണ്ടിരുന്നത് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പല വിലയിരുത്തലുകൾ വരുന്നു. അവിടെയുള്ള ഒപ്പീനിയൻ മേക്കേഴ്സ് പറയുന്നു. പക്ഷെ അമേരിക്കയുടെ വൻ പിന്തുണ ഇസ്രായേലിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൻ്റെ അകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഈ പറയുന്ന ഹമാസിനെ തുലയ്ക്കാനും ഒതുക്കാനും പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ ട്രംപ് കയ്യിലുള്ളത് കൊണ്ട്, കാരണം ബൈഡൻ പോലെയല്ല, അതുകൊണ്ട് ഇതുമായിട്ട് വലിയ പ്രശ്നമുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇസ്രായേലി ഗവൺമെൻറ് ഒഫീഷ്യൽസും ഭരിക്കുന്ന പാർട്ടിയും പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല വാർത്തകളും ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം അവരുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് 407 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു, പല ആൾക്കാർ ഇഞ്ചേർഡായി. അപ്പം എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഹമാസിനെ നശിപ്പിക്കാതെ ഒരു ഡീലിലോട്ട് വന്നത്? ഇവിടെയാണ് നെതന്യാഹുവിൻ്റെ ചോദ്യചിഹ്നം ഉണ്ടാകുന്നുണ്ട്. ബേസിക്കലി അത് ഗ്ലോബലായിട്ടുള്ള ഇസ്രായേലി ജൂയിഷ് കമ്മ്യൂണിറ്റി ഈ ട്രംപിനെ ആ കാര്യത്തിൽ പറയുന്നു, താങ്കളായിരിക്കും ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത്, ഇത് സംഭവം രണ്ടാമത്തെ ഫേസ് നടന്നില്ല എങ്കിൽ. അതുകൊണ്ടാണ് അമേരിക്ക ഇതെടുത്ത് ഖത്തറിൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത്. ഇത് നടന്നില്ല എങ്കിൽ, രണ്ടാമത്തെ ഫേസ് പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഖത്തറായിരിക്കും. അതാണ് ഞാൻ നേരത്തെ ആ വീഡിയോ പറഞ്ഞത്. അതായത് ഈ സംഭവം നടന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഖത്തറിന് അടി കിട്ടും. കാരണം ഖത്തറിനെ ശരിക്കും അമേരിക്ക മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഖത്തർ വല്ലാതെ വൃത്തികെട്ട ഗെയിം കളിച്ചു എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവരും ട്രംപിൻ്റെ കൂടെയുള്ളവരും നേരത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിലെ പല ഒഫീഷ്യൽസും വിശ്വസിച്ചിരുന്നു. അതവർ സെനറ്റിലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും ഈ അഭിപ്രായം പല രീതിയിൽ അപ്രിഹെൻഷൻ വന്നിരുന്നു. ഖത്തറിൻ്റെ വൃത്തികെട്ട കളി. ഇതിനകത്ത് ഈജിപ്റ്റ് എന്ന് പറഞ്ഞ രാജ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ് അവർക്ക് ഇതിനകത്ത് റോളൊന്നുമില്ല. പക്ഷേ അവർ ഖത്തറിനെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ അവരും മുന്നിലായിരുന്നു. ടർക്കി വരെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഖത്തറിൻ്റെ വൃത്തികെട്ട ഗെയിമുണ്ട്. അതുകൊണ്ടാണ് ടർക്കി ലാസ്റ്റ് സ്റ്റേജിൽ ഇപ്പം പൂർണ്ണമായിട്ടും ഈ ഒരു നെഗോസിയേഷൻ ഡീലുമായിട്ട് പിന്മാറിപ്പോയത്. അതായത് ഇനി വരാനുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ സെക്കൻഡ് ഫേസ് ഏത് രീതിയിൽ പോകും, അതിനനുസരിച്ചായിരിക്കും ഇനി ഇസ്രായേലാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഇത് നോക്കിക്കാണുന്നത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ. കാരണം ഓരോ ദിവസവും 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഇതനുസരിച്ച് ഇത്ര പേര് പോകുന്നു, ഇത്ര പേര് റിലീസാകുന്നു, ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നു, ഈ രീതിയിൽ. അതേപോലെ അവിടെ നിന്ന് വിഡ്രോൽ ഇതെത്രമാത്രം സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും. കാരണം ഈ ഹമാസ് എന്ന് പറഞ്ഞ ടെറർ ഓർഗനൈസേഷനാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതൊരു പല ആവർത്തി ഇത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന സംഭവം വളരെ വളരെ കൂടുതലാണ്. പക്ഷേ ഖത്തർ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പൂർണ്ണമായിട്ടും ഈ ഒരു സീസ് ഫയർ എഗ്രിമെൻ്റ് കരാറ് പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ ഖത്തർ ബാധ്യസ്ഥരാണ്.